എപ്പോഴാണ് ബിസിനസ് മാർക്കറ്റിങ്ങിന് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കേണ്ടത്? ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചുള്ള മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് യൂത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സാണ് നിങ്ങൾ നടത്തുന്നത് എങ്കിൽ ആണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റിൻ്റെ സെയിലോ അല്ല ഒരു ബ്യൂട്ടി പാർലർ, ഒരു സലൂൺ ഇതുപോലുള്ള ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ കൂടുതലും അവിടെ വരുന്ന കസ്റ്റമേഴ്സ് യൂത്ത് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള യൂത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് ഇൻസ്റ്റാഗ്രാം ആയിരിക്കും വളരെ അഭികാമ്യം. ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ കണ്ടൻറ്റുകളാണ് കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളത്. അതായത് 1 മിനിറ്റോ 1.5 മിനിറ്റോ മാക്സിമം ഉള്ള വീഡിയോ കണ്ടൻറ്റ്സ് മാത്രമേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാൻ സാധിക്കൂ. അതുപോലെ ലൈവ് വീഡിയോസ് ആണെങ്കിൽ 4 hours ആണ് മാക്സിമം ലൈവ് വീഡിയോസിൽ അലൗഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് കണ്ടൻറ് ആയി നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സേവനങ്ങൾ, സർവീസുകൾ നിങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് എഫക്റ്റീവായി ഉപയോഗിക്കാം. മാത്രമല്ല, നിങ്ങൾ ഒരു ഏജ് ഗ്രൂപ്പ് ഒരു 20 to 35 റേഞ്ചിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്. പക്ഷേ ഫേസ്ബുക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്. ഫേസ്ബുക്കിൽ അഡ്വർടൈസ് ചെയ്യുന്ന അത്രയും ഫീച്ചേഴ്സും ഓപ്ഷൻസും ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലഭിക്കില്ല. നിങ്ങൾക്ക് ഏതാണ് അഭികാമ്യം അത് അനുസരിച്ച് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ മറ്റു പ്ലാറ്റ്ഫോമുകളോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.